ഹലോ ഹലോ സൗണ്ട് ക്ലിയർ അല്ലേ? ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുന്നു. ഹായ് നിഹാൽ. ഓക്കെ, ഇനി നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നില്ല. എനിവേ, ഇന്ന് നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ, പ്രീവിയസ് ഇയർ നീറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരെ മാക്സിമം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുക. എനിവേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിന് കഴിഞ്ഞ 2023 നീറ്റിന് ചോദിച്ചത് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2022 കഴിഞ്ഞ വർഷം 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. So we can expect around 2 or 3 questions from this chapter. Around 2 or 3 questions നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരിക്കലും നമുക്ക് ആ മാർക്ക് കളഞ്ഞുകൂടാ. കാരണം നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കൃത്യമായി പഠിച്ചാൽ തന്നെ NCERT ഫോക്കസ് ചെയ്ത് അതിലെ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ മാർക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓരോ മാർക്കും നീറ്റ് എക്സാമിനേഷന് വിലപ്പെട്ടതാണ്, നമുക്കറിയാം. എനിവേ, വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ തിയറി വളരെ ബ്രീഫ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് ആസ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ പാർട്ടിക്കിൾ, ക്യൂ ചാർജുള്ള പാർട്ടിക്കിൾ വി വെലോസിറ്റിയിൽ ബി ഇൻറ്റൻസിറ്റിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നു. സപ്പോസ് ദർ ഇസ് ആൻ ആംഗിൾ theta between these velocity vector and magnetic field vector, then the force experienced by this charged particle in the magnetic field നമുക്ക് അറിയാവുന്ന ഫോർമുലയാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. F is equal to Q into V cross B. This is the force experienced by this moving charge in this magnetic field. ഇതാണ് ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോം. ഈ ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോമിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് എഴുതാൻ പറ്റും. F is equal to V cross B എന്താ, VB sin theta, where theta is the angle between
velocity vector and magnetic field vector. ഇനി ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും if the particle is moving parallel to the field എന്നും if the particle is moving opposite to the if the particle is moving in a direction opposite to the direction of magnetic field എന്നും നമുക്കറിയാം. If the particle is moving along or against the direction of magnetic field, the force acting on the particle will be zero. ഈ പാർട്ടിക്കിൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലോ അതല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ മൂവ് ചെയ്യുകയാണെങ്കിൽ ദിസ് തീറ്റ വിൽ ബി 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി. ഇത് രണ്ടാണെങ്കിലും ആ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ ഈ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മുകളിൽ മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. നമുക്ക് വളരെ ബ്രീഫ് ചെയ്ത് തിയറി പറഞ്ഞു പോകണം. എന്നിട്ട് ആ തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. Anyway, this is the force experienced by this particle in this magnetic field. ആ ഫോഴ്സ് എപ്പോൾ മാക്സിമം ആകും, എപ്പോൾ മിനിമം ആകും, ആ ഫോഴ്സിൽ എന്താണ് ഓരോ ക്വാണ്ടിറ്റീസും ക്യൂ വി ബി. നോക്കുക, ഈ ക്യൂ വേണം, ചാർജ് പാർട്ടിക്കിളിന് ചാർജ് വേണം. ന്യൂട്രോൺ മൂവ് ചെയ്താൽ ഫോഴ്സ് ഉണ്ടാവില്ല. വെലോസിറ്റി വേണം. ഒരു ചാർജിനോട് പ്ലേസ് ചെയ്താൽ ഇഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ് ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഒബ്വിയസ്ലി വേണം. തീറ്റ 0 180 ഡിഗ്രി ആവരുത്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുമ്പോൾ ദ പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫോഴ്സ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടുതൽ മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ഈ ഭാഗത്ത്. ദിസ് ഫോഴ്സ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി വെക്റ്റർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു വി ക്രോസ് ബി. perpendicular to velocity vector and magnetic field vector. The direction of force will be in the direction of V cross B, that is force will be perpendicular to velocity and magnetic field. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് വിൽ ഓൾവേസ് ബി 0. വർക്ക് ഡൺ ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ഓൾവേസ് ബി 0. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഫോഴ്സ്, ആ ഫോഴ്സ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിക്ക് ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആണ് ആ ഫോഴ്സ് എങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് വിൽ ബി 0 ആയിരിക്കും. റെഡി? അപ്പോൾ അത് ഓർത്ത് വെക്കുക. മാഗ്നറ്റിക് ഫോഴ്സിന് വർക്ക് ചെയ്യാൻ കഴിയില്ല. മാഗ്നറ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് നോക്കൂ, ഒരു ക്യൂ ചാർജുള്ള പാർട്ടിക്കിൾ, ഈ ക്യൂ ചാർജുള്ള പാർട്ടിക്കിള് വി വെലോസിറ്റിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഈ സ്ക്രീനിൻ്റെ പ്ലെയിനകത്തോട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടിച്ചേർന്ന ഈ സ്ഥലത്ത് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാർജ് മൂവ് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. സിമ്പിളാണ്. The net force experienced by a moving charge in a combined electric and magnetic field. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് കാരണം മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ്, ഈ രണ്ട് ഫോഴ്സിൻ്റെയും നെറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് ആസ് ദ ലോറൻസ് ഫോഴ്സ്. അത് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റാണ്. നോക്കുക, ഈ പാർട്ടിക്കിള്, ഈ ചാർജുള്ള പാർട്ടിക്കിള് വി വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് ഈ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫോഴ്സ് ഈ പാർട്ടിക്കിളിൻ്റെ മുകളിൽ, അത് നമുക്ക് ഫെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ വെക്കുക. മിഡിൽ ഫിംഗർ വെലോസിറ്റിൻ്റെ ഡയറക്ഷനിൽ വെച്ചാൽ തമ്പ് നിൽക്കുന്ന ഡയറക്ഷനിലായിരിക്കും. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, മിഡിൽ ഫിംഗർ വെലോസിറ്റി ഡയറക്ഷനിൽ വെച്ചാൽ തമ്പ് നിൽക്കുന്ന ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഫോഴ്സ് കാണാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും QVB എന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുക. അപ്പം ഈ രണ്ട് ഫോഴ്സും ഈ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് ആസ്
the Lorentz force. അപ്പോൾ അതാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യു ഇ പ്ലസ് ക്യു ഇൻറ്റു വി ക്രോസ് ബി. ഇതാണ് നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പാർട്ടിക്കിൾ. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്, എന്താണ് ലോറൻസ് ഫോഴ്സ് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷമല്ല 2021 നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ കാണുന്നത്. നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. നീറ്റ് 2021 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇൻ ദ പ്രോഡക്റ്റ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യു വി ക്രോസ് bi plus bj plus b0k, for q is equal to 1 and v is equal to 2i plus 4j plus 6k and f is equal to 4i minus 20j plus 12k, what will be the complete expression for magnetic field? Magnetic field നമുക്ക് തന്നിട്ടുള്ളത് b is equal to bi plus bj plus b0k എന്നാണ്. അതിനെ നമ്മൾ ഈ ബി എന്താണ് B0 എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. B0 എന്ന് വെച്ചാൽ ഈ ബി എന്താണ് കണ്ടുപിടിക്കണം, B0 എന്താണ് കണ്ടുപിടിക്കണം. എന്തായാലും ഫോഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഫോഴ്സ്. വെലോസിറ്റി തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ആ ഫോഴ്സ് ക്യൂ എന്ന് പറയും. എഫ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഫോഴ്സ് എന്താ, എഫ് ഈസ് ഈക്വൽ ടു 4i minus 20j plus 12k. റെഡി? അതാണ് ഫോഴ്സ്. ആ ഫോഴ്സ് എന്താണ് നമുക്കറിയാം, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 4i minus 20j plus 12k. ഇനി ഈ ഫോഴ്സ് എങ്ങനെ കാണാം? ഇതിൽ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ ക്യൂ 1 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി വി ക്രോസ് ബി. വി ക്രോസ് ബി നമുക്ക് ഡിറ്റർമിനന്റ് മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റൂലേ? വി ക്രോസ് ബി കണ്ടുപിടിക്കാൻ എന്താ, ഐ ജെ കെ. വെലോസിറ്റി വെക്ടറിൽ ഐൻ്റെ കോഎഫിഷ്യൻറ്റ് 2, ജെൻ്റെ കോഎഫിഷ്യൻറ്റ് 4, കെൻ്റെ കോഎഫിഷ്യൻറ്റ് 6. റെഡി? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൽ ഐൻ്റെ കോഎഫിഷ്യൻറ്റ് ബി, അവനെ നമുക്ക് വേണം. ജെൻ്റെ കോഎഫിഷ്യൻറ്റ് ബി, അവനെ നമുക്ക് വേണം. കെൻ്റെ കോഎഫിഷ്യൻറ്റ് B0, അവനെയും നമുക്ക് വേണം. ദിസ് ഇസ് ഈക്വൽ ടു 4i minus 20j plus 12k എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി നമ്മൾ ഇത് ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാം. 4b0 ഞാനിവിടെ മാറ്റി എഴുതുന്നു. 4b0 minus 6bi, ഈ എഴുതിയതിൽ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. മൈനസ് 2b0 minus 6bj plus 2b minus 4bk. This is equal to 4i minus 20j plus 12k. ഇനി നമ്മൾ ഐൻ്റെ കോഎഫിഷ്യൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഐൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും 4b0 minus 6b is equal to 4. 4b0 minus 6b is equal to 4b0 minus 6b is equal to 4. റെഡി? അതേപോലെ ജെൻ്റെ കോഎഫിഷ്യൻസ് ഒന്ന് കമ്പയർ ചെയ്യുക. 2b0 minus 6b is equal to 20. 2b0 minus 6b is equal to 20. റെഡി? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സോൾവ് ചെയ്യുക. ഇത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് ബിയും B0യും കിട്ടും. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. 2b0 minus 6b cancel ആയി. ദിസ് ഇസ് ഈക്വൽ ടു minus 16. സോ b0 ഈസ് ഈക്വൽ ടു -8. b0 -8 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ആ -8 കൊടുത്താൽ -16, 2 into -8, -16 minus 6b is equal to 20. So 6b is equal to -16 minus 20 minus 36. So b is equal to -6. അപ്പോൾ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത്? -6i minus 6
ജെ മൈനസ് 8k. അങ്ങനെയല്ലേ വരിക? -6i -6j -8k. ബിക്ക് നമ്മൾ -6 കൊടുക്കുന്നു, B0 എന്നിട്ട് കൊടുത്ത് -8 കൊടുക്കുന്നു. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ഈ ചെയ്തതിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറഞ്ഞോളൂ. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് കടക്കാം, അടുത്ത ടോപ്പിക്കിലോട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ജസ്റ്റ് ചാറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി. നോക്കാം അടുത്ത ടോപ്പിക്. മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സിനനുസരിച്ച് ആ പാർട്ടിക്കിളിൻ്റെ പാത്തിൽ എന്ത് ഡീവിയേഷൻ ഉണ്ടാകും, ഇഫക്റ്റീവ്ലി അതിൻ്റെ പാത്ത് എന്തായിരിക്കും എന്നാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. സോ മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡിൽ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. പാരലൽ ആയിട്ട് എൻ്റർ ചെയ്യണം. ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പാരലൽ ആയിട്ട് എൻ്റർ ചെയ്താൽ its velocity will be parallel to the magnetic field, that is theta is equal to 0 degrees. So the force acting on the particle is 0. So this particle will not experience any force in the field. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാത്തിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാവോ? ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല. ഇറ്റ് വിൽ മൂവ് അലോങ് ദിസ് ലീനിയർ പാത്ത്. അപ്പോൾ ലീനിയർ മോഷൻ ആയിരിക്കും അർത്ഥം. ലീനിയർ മോഷൻ എന്ന് വെച്ചാൽ the particle will move along a straight line. അതൊരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇൻ ദിസ് കേസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റി വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഈസ് 90 ഡിഗ്രി ആൻഡ് ദ പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് മാക്സിമം ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്ന പോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിനകത്തോട്ടാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫോഴ്സ് വരിക. ഈ പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ വെലോസിറ്റി മുകളിലോട്ടാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫോഴ്സ് വരിക. ഈ പാർട്ടിക്കിൾ ഇവിടെ നിൽക്കുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. എനിവേ ഈ ഫോഴ്സ് കാരണം ദിസ് പാർട്ടിക്കിൾ വിൽ ബി മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ അത് മൂവ് ചെയ്യുന്ന പാത്ത് സർക്കുലർ ആയിരിക്കും. നിങ്ങൾക്കറിയാം ആ സർക്കുലർ മോഷന് സഹായിക്കുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ആ മാഗ്നറ്റിക് ഫോഴ്സിനെ സെൻട്രിപെറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ, വെലോസിറ്റി ഓഫ് സർക്കുലർ മോഷൻ എന്ന് തുടങ്ങി കൈനറ്റിക് എനർജി, ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, ടൈം പീരിയഡ് ഓഫ് സർക്കുലർ മോഷൻ, എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഫോർമുല ഒക്കെ നമുക്ക് അറിയണം. അതിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എന്തായാലും വെലോസിറ്റി ഓഫ് സർക്കുലർ മോഷൻ QBR ഡിവൈഡഡ് ബൈ എം ചെയ്തെടുത്താൽ കിട്ടും. mv²/r ഈസ് ഈക്വൽ ടു QVB ചെയ്തെടുത്തിട്ട് അത് എഴുതിയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇക്വേഷനാണ്. ആൻഡ് റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ MV ഡിവൈഡഡ് ബൈ QB. ആൻഡ് MV എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്. സോ മൊമെൻറ്റം ബൈ QB. മൊമെൻറ്റത്തെ നമുക്ക് √2m കൈനറ്റിക് എനർജി എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഡിവൈഡഡ് ബൈ QB. ഈ ഫോർമുല ഒക്കെ നമുക്ക് ഓർമ്മ വേണം. ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q×V ആണെന്ന് എഴുതാം. അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 1/b × √1/b × ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് താഴോട്ട് മാറ്റി എഴുതുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 1/b ×
2mv/q. ഇതാണ് റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത് റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി കൈനറ്റിക് എനർജി ഓഫ് സർക്കുലർ മോഷൻ്റെ ഫോർമുല എഴുതാൻ പറ്റും. കൈനറ്റിക് എനർജി ഓഫ് സർക്കുലർ മോഷൻ വരുന്നത് കൈനറ്റിക് എനർജി ½mv² ചെയ്താൽ നമുക്ക് എഴുതാം. അത് q² b² r²/2m ആണ്. ഈ ഫോർമുല ഒക്കെ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേപോലെ ആംഗുലാർ വെലോസിറ്റിയിൽ നിന്നും ഫ്രീക്വൻസി ഓഫ് സർക്കുലർ മോഷൻ്റെ ഫോർമുല എഴുതാൻ പറ്റും. അത് qb/2πm ആണ്. ടൈം പീരിയഡിൻ്റെ ഫോർമുല എഴുതാൻ പറ്റും. അത് 2πm/qb ആണ്. സിമ്പിൾ. 2πm/qb എന്ന് പറയാൻ കാരണം ടൈം പീരിയഡ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഫോർമുല ഒക്കെ നിങ്ങൾക്ക് അറിയണം. ടൈം പീരിയഡ്, ഫ്രീക്വൻസി, കൈനറ്റിക് എനർജി, റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ, വെലോസിറ്റി ഓഫ് സർക്കുലർ മോഷൻ, ആംഗുലാർ വെലോസിറ്റി, ഈ കാര്യങ്ങളൊക്കെ. ആംഗുലാർ വെലോസിറ്റി എന്ന് കിട്ടാൻ പറ്റില്ല. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ qb/m വരിക. ഒമേഗ പറഞ്ഞാൽ qb/m. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. ഫോർമുല ബൈ ഹാർട്ട് ആയിരിക്കണം. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഫോർമുല സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോർമുല നമ്മളിങ്ങനെ എഴുതി പാടി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫോർമുല ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. ഓക്കെ, പരീക്ഷയ്ക്ക് നമ്മളെ സഹായിക്കും. ഓക്കെ, അടുത്തത് മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ. അടുത്ത കേസ്, ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബൈ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. And this theta is between 0 and 90 degree. Angle between 0 and 90 degree. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. And there is an angle theta between this velocity vector and magnetic field vector. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനും വെലോസിറ്റി വെക്ടറിനും ഇടയിൽ ഒരു ആംഗിൾ തീറ്റയുണ്ടെങ്കിൽ ഈ വെലോസിറ്റിയെ നമ്മൾ റിസോൾവ് ചെയ്താൽ we will have two components, and this component V parallel is parallel to the magnetic field, and this is represented by V perpendicular, and it is perpendicular to the magnetic field. V parallel കാരണം ചാർജിന് ലീനിയർ മോഷൻ ഉണ്ടാകും എന്ന് നമുക്കറിയാം. V perpendicular കാരണം ഉണ്ടാകുന്നത് സർക്കുലർ മോഷനുമാണ്. അപ്പോൾ ഈ സർക്കുലർ മോഷനും ലീനിയർ മോഷൻ്റെയും ഒരു കോമ്പിനേഷനായി ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒരു ഹെലിക്കൽ പാത്തിലായിരിക്കും ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. ഇതിനെ ബേസ് ചെയ്തിട്ടും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ഹെലിക്കൽ പാത്തിലായിരിക്കും ഈ പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ ഇതാ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഇതാ ചെരിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നത്. ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചെരിഞ്ഞ് എൻ്റർ ചെയ്യുമ്പോൾ ഇതിന് ഇതാ രണ്ട് കോമ്പണൻസ് കിട്ടും വെലോസിറ്റിക്ക്. ഈ കോമ്പണൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലലാണ്, ഈ കോമ്പണൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. ഈ പാരലൽ കോമ്പണൻറ്റ് കാരണം പാർട്ടിക്കിളിന് ലീനിയർ മോഷൻ ഉണ്ടാവും. പെർപെൻഡിക്കുലർ കോമ്പണൻറ്റ് കാരണം സർക്കുലർ മോഷൻ ഉണ്ടാവും. സർക്കുലർ മോഷൻ്റെയും ലീനിയർ മോഷൻ്റെയും ഒരു റിസൾട്ടൻ്റായി ദാ ഇങ്ങനെ ഒരു ഹെലിക്കൽ പാത്തിലായിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. റെഡി? അതാണ് ഹെലിക്കൽ മോഷൻ എന്ന് പറയുന്നത്. ആ ഹെലിക്കൽ പാത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ദാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിച്ച് എന്താണ്? റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഹെലിക്കൽ പാത്ത് R is equal to mv perpendicular. The velocity perpendicular, അങ്ങനെ പഠിച്ചു വെക്കണം. വെലോസിറ്റി, കോമ്പണൻ്റ് ഓഫ് വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് mv/qb. ഇവിടെ നമുക്കത് mv sin θ/qb എന്നെഴുതാൻ പറ്റും. റെഡി? mv sin θ/qb. അതാണ് റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഹെലിക്കൽ പാത്ത്. പിന്നെ പിച്ച് എന്ന് പറയുന്നത് എന്താ? പിച്ച് എന്ന് പറയുന്നത് എന്താ? പി വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. പിച്ച് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയാൽ ഇവിടെ തന്നെ തിരിച്ചെത്തുക. സർക്കുലർ മോഷൻ ആണെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയാൽ ഇവിടെ തന്നെ തിരിച്ചെത്തുക. പക്ഷേ ഹെലിക്കൽ മോഷൻ ആകുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുന്നോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. ദർ വിൽ ബി എ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എലോങ് ദ ഫീൽഡ് ഡ്യൂറിങ് വൺ സൈക്കിൾ. ആ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ എലോങ് ദ ഫീൽഡ് ഇൻ വൺ സൈക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിച്ച് എന്ന് വിളിക്കുന്നത്. അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്നാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ആ ടൈം ഇവിടെ ടൈം പീരിയഡ് ആണ്, കാരണം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴതാണ്. അതിൽ വി പാരലൽ എന്താ? വി കോസ് തീറ്റ. വി കോസ് തീറ്റ ടൈം പീരിയഡ് എന്താ? ടൈം പീരിയഡിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ ഇവിടെ ഇതിൻ്റെ 2πm/qb. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇതാണ് പിച്ച്. അതേപോലെ റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഹെലിക്കൽ പാത്ത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞു വെക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ട് എൻ്റർ ചെയ്താൽ ലീനിയർ മോഷൻ, പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ സർക്കുലർ മോഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്
മാഗ്നറ്റിക് ഫീൽഡുമായിട്ടൊരു തീറ്റ ആംഗിൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒബ്ലിക് എൻട്രിയാണ് മാഗ്നറ്റിക് ഫീൽഡിലോട്ടുള്ളതെങ്കിൽ ദ പാർട്ടിക്കിൾ വിൽ ബി ഫോളോയിങ് എ ഹെലിക്കൽ പാത്ത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് നോക്കുക. മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നു. പക്ഷേ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമല്ല ഉള്ളത്, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും കൂടെ ഉണ്ട്. പുതിയ NCERT-യിൽ വെലോസിറ്റി സെലക്ടറും സൈക്ലോട്രോണും ഇല്ല. എന്നാലും വെലോസിറ്റി സെലക്ടർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്ന. സൈക്ലോട്രോൺ ഒരു ഡിവൈസാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ഏതായാലും ചോദിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വെലോസിറ്റി സെലക്ടർ വേണമെങ്കിൽ ചോദിക്കാം. കാരണം QVB-യും QE-യും ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും നമ്മൾ പഠിക്കുന്നതാണ്. അത് കണക്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്തായാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യം നോക്കാം. ഇവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യാൻ നോക്കുന്നത് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യാൻ നോക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. മാഗ്നറ്റിക് ഫീൽഡ് ഈ ബോർഡിൽ നിന്ന് ഈ സ്ക്രീനിൽ നിന്ന് പുറത്തേക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ബ്ലൂ ആരോ മാർക്ക് എല്ലാം കാണിക്കുന്നത്, ഈ ബ്ലൂ കളർ ആരോ മാർക്ക് എല്ലാം കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ആ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പാർട്ടിക്കിൾ ഇവിടെ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകും. ഇലക്ട്രിക് ഫോഴ്സ് മുകളിലോട്ട്, അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഇങ്ങോട്ട് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട് QE. നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളോ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളോ ഏതെങ്കിലും ഒരു റൂൾ അപ്ലൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കിട്ടും ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് will be downward. അത് താഴോട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇഫ് ദിസ് QE is greater than QVB, ഇലക്ട്രിക് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ മാഗ്നറ്റിക് ഫോഴ്സ് ആകുമ്പോൾ ഇതിന് മുകളിലോട്ട് ഡീവിയേഷൻ ഉണ്ടാകും. ആൻഡ് ഇഫ് ദിസ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ QE, അങ്ങനെയാണെങ്കിൽ താഴോട്ട് ഡീവിയേഷൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇത് സ്ലോ ആണെങ്കിൽ, പാർട്ടിക്കിൾ സ്ലോ ആണെങ്കിൽ മുകളിലോട്ട് പോകും, പാർട്ടിക്കിൾ ഫാസ്റ്റ് ആണെങ്കിൽ അത് താഴോട്ട് വരും. അതെന്താ അപ്പം അങ്ങനെ? സ്ലോ ആകുമ്പോൾ QVB കുറയും, QEക്ക് വല്ല മാറ്റം ഉണ്ടാവുമോ? പാർട്ടിക്കിളിൻ്റെ സ്പീഡിനനുസരിച്ച് ഉണ്ടാവില്ല. ഫാസ്റ്റ് ആണെങ്കിൽ QVB കൂടും, സ്പീഡ് കൂടുമ്പോൾ പാർട്ടിക്കിളിന് മുകളിൽ കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് പാർട്ടിക്കിളിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേഷൻ ഉണ്ടാകും. ആൻഡ് ഇഫ് ദിസ് QE ഈസ് ഈക്വൽ ടു QVB, QV ഈസ് ഈക്വൽ ടു E/B, അങ്ങനെയാണെങ്കിൽ ഈ QEയും QVBയും ഈക്വൽ ആകുന്ന രൂപത്തിലുള്ള ഒരു വെലോസിറ്റിയിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ ഇറ്റ് ക്യാൻ മൂവ് അൺഡിഫ്ലക്റ്റഡ് ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. അതിന് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്ഷൻസ് ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. കണ്ടീഷൻ ഇതാണ്, E/Bക്ക് ഈക്വലായ വെലോസിറ്റി ആവണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അൺഡീവിയേറ്റഡ് ആയി അൺഡിഫ്ലക്റ്റഡ് ആയി ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ പാർട്ടിക്കിൾ should have the velocity equal to E/B. ആ പാർട്ടിക്കിളിന് E/Bക്ക് ഈക്വലായ വെലോസിറ്റി ഉണ്ടായിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിസൾട്ട്. ഓക്കെ, ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നീറ്റിന് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി, നോക്കാം നമുക്ക്. അയോണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾസ് വിത്ത് സെയിം മൊമെൻറ്റ enters perpendicular to a constant magnetic field B. The ratio of their radii of their paths RH is to alpha will be. RH to alpha will be എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ ഓഫ് ഹൈഡ്രജനും റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിളും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റവും റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിളും. സംഭവം വളരെ സിമ്പിളാണ്. സെയിം മൊമെൻറ്റം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് റേഡിയസ് ഓഫ് സർക്കുലർ പാത്തിന് mv/qb എന്ന ഫോർമുല ഉണ്ട്. അതിൽ ബി എന്തായാലും രണ്ടുപേരും എൻറ്റർ ചെയ്യുന്നത് ഒരേ ഫീൽഡിലോട്ടാണ്. ഒന്ന് ഹൈഡ്രജൻ ആണ്, മറ്റേത് ഹീലിയം ആണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയാണ്. ചാർജിൽ വ്യത്യാസമുണ്ട്.
രണ്ടിൻ്റെയും മാസിൽ വ്യത്യാസമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ മാസ് ഉൾപ്പെടുത്തിയിട്ടുള്ള റേഡിയസിൻ്റെ ഫോർമുലയിലോട്ട് പോകരുത്. ഇവിടെ പറഞ്ഞതുള്ളത് രണ്ടിൻ്റെയും മൊമെൻറ്റം സെയിം ആണെന്നാണ്. അപ്പോൾ എം വി സെയിം ആണ്. അപ്പോൾ ഇക്വേഷൻ മാറ്റുക. ഈ ഇക്വേഷൻ അല്ല നമുക്ക് വേണ്ടത്. അടുത്ത ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂബി എടുക്കുക. പി ബൈ ക്യൂബി എടുക്കുക. മൊമെൻറ്റം സെയിം ആണ്. നമ്മളപ്പോൾ ഇനി മൊമെൻറ്റം കൊണ്ട് നടക്കണ്ട. മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്. അപ്പോൾ അതും കൊണ്ട് നടക്കണ്ട. നമുക്ക് ആകെ റേഡിയസ് ഇൻ ടേംസ് ഓഫ് ചാർജ് ഈ റിലേഷൻ ഉപയോഗിച്ചാൽ മതി. R proportional to 1 by Q. So radius of hydrogen atom divided by radius of alpha is equal to charge of alpha particle by charge of hydrogen atom. So radius of hydrogen atom divided by radius of alpha is equal to charge of alpha particle. Charge of alpha particle എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിൻ്റെ ചാർജ് 2e. ചാർജ് ഓഫ് ഹൈഡ്രജൻ ആറ്റം 1e. 2 ഇയും ക്യാൻസലായി. സോ ദ ആൻസർ ഈസ് 2:1. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, ചാറ്റിൽ പറയണം. എന്തെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ. ഓക്കെ. So next question. An electron is moving in a circular path under the influence of a transverse magnetic field of 3.57 into 10 raised to minus 2 Tesla. If the value of E by M is charge to mass ആണ്. ചാർജ് ടു മാസ് ആണ് ഈ തന്നത്. എന്താന്ന് വിചാരിക്കണ്ട. Q by M, E by M is 1.76 into 10 raised to 11 coulomb per kilogram. Frequency of revolution of the electron is. Frequency of revolution of electron the frequency of revolution the formula. ഈ ഫോർമുല അങ്ങ് ഉപയോഗിച്ചാൽ മതി. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതാ വർഷം ചോദിച്ചത്? 2016 phase 2. 2016 നീറ്റ് 2 പ്രാവശ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആൻ ഇലക്ട്രോൺ ഇസ് മൂവിങ് എ സർക്കുലർ പാത്ത്. ഇലക്ട്രോൺ ആണ് സർക്കുലർ പാത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാണ്. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ചാർജ് ടു മാസ് റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫ്രീക്വൻസി. എന്താ ഫോർമുല? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ബി ഡിവൈഡഡ് ബൈ 2πm. റെഡി? ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ ചാർജ് ആണ്. ചാർജ് എന്ന് പറയുന്നത് 1.6 into 10 raised to minus 19 ആണ്. ബി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് 1.6 into 10 raised to minus 19. നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കഷ്ടപ്പെട്ട്. നമുക്കവിടെ ക്യൂ ബൈ എം തന്നിട്ടില്ലേ, പിന്നെ എന്തിനാ നമ്മൾ അതിൻ്റെ പുറകെ പോണത്? ക്യൂ ഉണ്ട്, എം ഉണ്ട്. ക്യൂ ബൈ എം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ ക്യൂ ബൈ എം എന്ന് പറയുന്നത് 1.76 into 10 raised to 11 into magnetic field 3.57 into 10 raised to minus 2 divided by 2π 2 into pi 3. pi ഓപ്ഷനിലൊന്നും ഇല്ലല്ലോ, ഇല്ല, കൊടുക്കാൻ 3.14. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും. ഈ 3.14ഉം 3.57ഉം കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഏകദേശം 1 something ഉണ്ടാവില്ലേ? റെഡി? ഈ 1 somethingഉം 1.76ഉം കൂടെ ചെയ്യുമ്പോൾ അറൗണ്ട് 2 ആകും. ആ 2നെ താഴെയുള്ള 2 കൊണ്ട് വെട്ടി 10 raised to 11 into 10 raised to minus 2, 10 raised to 9 hertz, 1 gigahertz. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് and a uniform magnetic field are acting along the same direction. Along the same direction in a certain region. If an electron is projected in the region such that its velocity is pointed along the direction of field, then the electron. നോക്ക്,
യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ എ സർട്ടൻ റീജിയൻ. എന്ന് വെച്ചാൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിച്ചോ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടും സെയിം ഡയറക്ഷനിലാണ്. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്, അതേ ഡയറക്ഷനിലാണ് ഏത് ഫീൽഡും ഉള്ളത്, മാഗ്നറ്റിക് ഫീൽഡും ഉള്ളത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനിലാണ്. എന്നിട്ടോ uniform electric and uniform magnetic field are acting in the same direction in certain region. If an electron is projected in the region such that its velocity is pointing along the direction of field, electron project ചെയ്യാണ് ഇവിടെ, ഇലക്ട്രോൺ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ ആണ്, ചാർജ് നെഗറ്റീവ് ആണ്, പ്രൊജക്റ്റ് ചെയ്യുന്നു ഇൻ ദ along the direction of field. മാഗ്നറ്റിക് ഫീൽഡ് അതിനൊന്നും ചെയ്യൂല. ഓപ്ഷൻസിൽ അതിനെന്ത് സംഭവിക്കുന്നതാണ്, ആ പാർട്ടിക്കിൾ എന്ത് സംഭവിക്കുന്ന, മാഗ്നറ്റിക് ഫീൽഡ് അതിനൊന്നും ചെയ്യൂല. Because this particle, this electron is moving in the direction of magnetic field. Magnetic field in the direction charge move ചെയ്താലോ opposite direction charge move ചെയ്താലോ അതിന്റെ മുകളിൽ magnetic force ഉണ്ടാവില്ല. അതുകൊണ്ട് magnetic force കാരണം അത് ഡിസ്റ്റർബ്ഡ് ആവില്ല. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അതിനെ കൈകാര്യം ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുക. എന്താ അപ്പോൾ അതിന്റെ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കണം, ഇലക്ട്രോൺ ആണ്, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്. പോസിറ്റീവ് ചാർജസിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. മോഷൻ ഇങ്ങോട്ടാ, വെലോസിറ്റി ഇങ്ങോട്ടാ, ഫോഴ്സ് ഓപ്പോസിറ്റാ. സോ ദ സ്പീഡ് വിൽ decrease. Second option is the right answer. Will turn towards right direction of motion. എന്ന് വെച്ചാൽ ഇവിടുന്ന് റൈറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്, തെറ്റാ, അങ്ങനെ സംഭവിക്കൂല. അതിന് മാഗ്നറ്റിക് ഫോഴ്സ് വേണം. മാഗ്നറ്റിക് ഫോഴ്സ് വിചാരിക്കാതെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റൂല. റെഡി, the fourth option will turn towards left of its direction, left of direction of motion. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട്, ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യൂല. അതിന് മാഗ്നറ്റിക് ഫീൽഡ് വിചാരിക്കണം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കാനേ പറ്റുള്ളൂ. റെഡി, അപ്പോൾ എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിന് മുകളിൽ ഫോഴ്സ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് കാരണം മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കാരണം ഉള്ള ഫോഴ്സ് നോക്കും. മാഗ്നറ്റിക് ഫീൽഡാണ് ഫോഴ്സ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡാണുള്ള ഫോഴ്സ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡാണുള്ള ഫോഴ്സ് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ്. സോ ദ പാർട്ടിക്കിൾ വിൽ ഹാവ് എ റിട്ടാർഡേഷൻ, ഇറ്റ്സ് വെലോസിറ്റി വിൽ ഡിക്രീസ്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത് AIPMT 2011 ചോദിച്ചതാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഹാവിംഗ് എ മാസ് ഓഫ് 10⁻² kilogram carries a charge of 5 × 10⁻8 coulomb. The particle is given an initial horizontal velocity of 10⁵ meter per second. 10⁻, ഇതൊക്കെ വെറുതെ പറയാം, ഒന്നും ആവശ്യമില്ല, അതൊന്നും ആവശ്യമില്ല. മാസ് 10⁻² kilogram ആയിക്കോട്ടെ, ചാർജ് 5 × 10⁻8 coulomb ആയിക്കോട്ടെ. പാർട്ടിക്കിൾ ഈസ് ഗിവൺ ഇൻ ആൻ ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് 10⁻5 meter per second in the presence of electric field and magnetic field. To keep the particle moving in a horizontal direction, it is necessary that ഈ പാർട്ടിക്കിളിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കാൻ ഇറ്റ് ഈസ് നെസസറി ദാറ്റ്, ഏത് കണ്ടീഷനാണ് ഈ താഴെ കൊടുത്ത 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഈ പാർട്ടിക്കിളിനെ ഈ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യിപ്പിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ കൊടുത്ത 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് കണ്ടീഷനാണ്, ഏത് രൂപത്തിൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടെങ്കിലാണ് ആ പാർട്ടിക്കിളിന് ആ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യാൻ സാധിക്കുക, ആ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, first statement, magnetic field should be perpendicular to the direction of velocity. Electric field should be along the direction of velocity. ഇതാണ് പാർട്ടിക്കിൾ, ഇതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു, ഓക്കെ. അവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ട് അല്ലെങ്കിൽ വേണ്ട, മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിനിനകത്തോട്ടാന്ന് വിചാരിച്ചോ, മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിനിനകത്തോട്ടാന്ന് വിചാരിച്ചോ, പെർപെൻഡിക്കുലർ എങ്ങോട്ടെങ്കിലും ആയ കുഴപ്പമില്ലല്ലോ, അകത്തോട്ടാന്ന് വിചാരിച്ചോ. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിൻ്റെ മുകളിലോട്ട് ഫോഴ്സ് ഉണ്ടാകും, ഇനി ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാ, എലോങ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയാ. അപ്പോൾ ഇങ്ങോട്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും വന്നു. ഈ ഇലക്ട്രിക് ഫീൽഡാണ് ഇങ്ങോട്ടാ ഫോഴ്സ് ഉണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡാണുള്ള ഫോഴ്സ് മേലോട്ടാ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആയിട്ട് ഈ പാർട്ടിക്കിളിന് ഇങ്ങോട്ടല്ലേ ഫോഴ്സ് കിട്ടുക, അതിന് സ്ട്രൈറ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന് ഈ പാർട്ടിക്കിളിനെ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല, ഒഴിവാക്കി. റെഡി? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ബോത്ത് ബി ആൻഡ് ഇ ഷുഡ് ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ബോത്ത് ബി ആൻഡ് ഇ ഷുഡ് ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അത് പറ്റും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനിലാണെങ്കിൽ, നമുക്ക് ഇതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇവനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു, ആൻഡ് ഇറ്റ് ഹാസ് എ വെലോസിറ്റി v. ഈ ഡയറക്ഷനിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡും അതേ ഡയറക്ഷനിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാകും, ഒരു കുഴപ്പമില്ല. ദ പാർട്ടിക്കിൾ വിൽ മൂവ് അലോങ് ദ സ്ട്രൈറ്റ് ലൈൻ. അത് ഏത് പാത്തിലാണോ ഉണ്ടായിരുന്നത്, നേരത്തെ ഉണ്ടായിരുന്നത് അതേ സ്ട്രൈറ്റ് ലൈൻ മൂവ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണെങ്കിൽ ആ ഫീൽഡ് കാരണം അതിൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ല. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് വെലോസിറ്റി എങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ ബി 0. അപ്പം ഇത് നമുക്ക് ആവശ്യമുണ്ട്. മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷനിലാണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ പാത്തിൽ ഡീവിയേഷൻ ഉണ്ടാവില്ല. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ബോത്ത് ബി ആൻഡ് ഇ നോക്കോ. ബോത്ത് ബി ആൻഡ് ഇ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. മാഗ്നറ്റിക് ഫീൽഡും ബോത്ത് ബി ആൻഡ് ഇ, മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഇത് വെലോസിറ്റി സെലക്ടറാ. വെലോസിറ്റി സെലക്ടറിൽ ഇത് പോസിബിൾ അല്ലേ? നമ്മളിതാ ഇവിടെ കണ്ടില്ലേ, വെലോസിറ്റി സെലക്ടറിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലറാ അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങോട്ടുള്ള വെലോസിറ്റിക്കും പെർപെൻഡിക്കുലറാ. എന്താ പറയുന്നത്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട്, ഇത് രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, അതിന് പെർപെൻഡിക്കുലർ ആണ് വെലോസിറ്റി. ഈ കേസിൽ v = e/b ആണെങ്കിൽ, ഈ കേസിൽ v e/bക്ക് ഈക്വൽ ആണെങ്കിൽ പാർട്ടിക്കിൾ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യൂലേ? നമ്മളോട് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ? particle, to keep the particle moving in horizontal direction, it is necessary that ഇപ്പോൾ ഈ പോസിബിലിറ്റി ഉണ്ട്, ബിയും ഇയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇതും ശരിയാണ്, ഇതും നമുക്ക് പറ്റും. ഇതെങ്ങനെ പറ്റും? അതിനൊറ്റ കാര്യം പറഞ്ഞാൽ മതി, വെലോസിറ്റി സെലക്ടർ. ഇത് വെലോസിറ്റി സെലക്ടറിൽ പറഞ്ഞ കാര്യമാണ്. ക്ലിയർ അല്ലേ? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അത് വലിയ കുഴപ്പമില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മുഴുവൻ വായിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ചാർജ് ഇങ്ങോട്ട്, വെലോസിറ്റി ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. കുഴപ്പമില്ല, അവിടെ പോയിക്കോളൂ. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഫോഴ്സ് അതിന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ്, അതിന് ഓപ്പോസിറ്റും വരരുത്, മേൽക്കും താഴോട്ടും അകത്തോട്ട് പുറത്തോട്ടും ഒന്നും വരരുത്. വായിച്ചു നോക്കട്ടെ. ഇലക്ട്രിക് ഫീൽഡ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. പറ്റൂല. ഇലക്ട്രിക് ഫീൽഡ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഈ പാർട്ടിക്കിളിനെ പിടിച്ച് മുകളിലോട്ടുണ്ടാവില്ലേ? ഈ പാർട്ടിക്കിളിന്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇങ്ങോട്ടല്ലേ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവുക? ആ പാർട്ടിക്കിളിനെ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ട് പോകില്ലേ? മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ആ പാർട്ടിക്കിളിനെ മുകളിലോട്ട് വലിക്കും. അതിന് ഈ പാത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ടു കീപ് ദ പാർട്ടിക്കിൾ മൂവിങ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും പറ്റില്ല, ഒഴിവാക്കുക. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വേണ്ട,
ഒഴിവാക്കുക. നമുക്ക് വേണ്ടത് 2ഉം 3യും 2ഉം 3യും 2ഉം 3യും. തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വെലോസിറ്റി സെലക്ടർ സംഭവം നമ്മളെ സിലബസിലില്ല. പക്ഷേ ഇതേപോലൊരു ക്വസ്റ്റ്യൻ വെലോസിറ്റി സെലക്ടറിന് ബേസ് ചെയ്തിട്ട്, വെലോസിറ്റി സെലക്ടറിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ വെലോസിറ്റി സെലക്ടർ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. വെലോസിറ്റി സെലക്ടർ സിലബസിലില്ല, സൈക്ലോട്രോണും ഇല്ല. പക്ഷേ മീൻസ് പുതിയ നീറ്റിൻ്റെ ഈ വർഷം വന്നിട്ടുള്ള സിലബസിൽ അതില്ല. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് വെലോസിറ്റി സെലക്ടർ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. വെലോസിറ്റി സെലക്ടറിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലറാണ്. അവർക്ക് രണ്ട് പേർക്കും പെർപെൻഡിക്കുലറാണ് വെലോസിറ്റി. റെഡി? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതാര്? ആർ യു നോ ഹിന്ദി? യെസ്. ഒസാമ ബിൻ ലാദൻ. അറബി മതിയോടാ, അറബി. ഹരി ഹരിയർ. ഹായ് ഹായ് നിഹാൽ നിഹാൽ ഹായ്. ഹരി ഹരിദാസ് ഹായ്. ഡോക്ടർ ഡർമോ ഹായ്. ഒസാമ ബിൻ ലാദൻ. ഹക്കീം ഹാഷിം ഹലോ ഹായ്. എല്ലാവർക്കും ഹായ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്ന് ചോദിച്ചോളൂ. ഒസാമ ബിൻ ലാദന് ഹിന്ദിയിൽ ചോദിക്കാൻ വേണമെങ്കിൽ ഹിന്ദി ചോദിച്ചോ, എങ്ങനെ ചോദിച്ചാലും മലയാളത്തിൽ ഉത്തരം പറയും. ഹക്കീം ഹാഷിം ഹായ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ ചോദിക്കാം. വെറും കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കി വെക്കുക. വെറും ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ F = Q × V × B വെച്ചിട്ടും F = QE വെച്ചിട്ടുള്ള കളികളാണ്. ഞാൻ ഉറുദുവിൽ ചോദിക്കുക, ഈ എങ്ങനെയും ചോദിച്ചോ, എല്ലാത്തിനും മലയാളത്തിൽ ഉത്തരം പറയും. സിമ്പിളാണിത്, സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇല്ല, ക്വസ്റ്റ്യൻസിനില്ല. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ബയോസവാർട്ട് ലോ. ബയോസവാർട്ട് ലോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൂളോംസ് ലോ പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷനിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കൂളോംസ് ലോ വെച്ചിട്ട് ഇലക്ട്രിക് ഫോഴ്സും ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ സഹായിക്കുന്ന ലോ ആണ് ബയോസവാർട്ട് ലോ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു കറണ്ട് എലമെൻറ്റ് ഇവിടെ ഉണ്ട്. ഈ എലമെൻറ്റ് ഓഫ് കണ്ടക്ടർ കാരണം ഈ കണ്ടക്ടർ ക്യാരിങ് കറണ്ട്, ഈ കണ്ടക്ടറിൽ എന്തുണ്ട്? കറണ്ട് ഉണ്ട്. ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിലുള്ള ഒരു എലമെൻറ്റ് കാരണം, ഒരു എലമെൻറ്റ് ഓഫ് കണ്ടക്ടർ കാരണം, എലിമെൻറ്റ് ഓഫ് കറണ്ട് കാരണം അല്ലെങ്കിൽ എലിമെൻറ്റ് ഓഫ് കണ്ടക്ടർ കാരണം ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ലോ ആണ് ബയോസവാർട്ട് ലോ. ഈ ലോ അനുസരിച്ചിട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഫോർമുല നിങ്ങൾക്കറിയാം. μ0/4π IdL sin θ/r². μ0 പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അവിടെ റിലേറ്റീവ് പെർമിയബിലിറ്റി വരുന്ന കേസ് നിങ്ങൾക്കറിയാം. μ0 μr എന്ന് വരും. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി ഞാനിവിടെ എഴുതി വെക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെക്റ്റർ ഫോം μ0/4π I × dl ക്രോസ് r ഡിവൈഡഡ് ബൈ r³. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെക്റ്റർ ഫോം, അല്ലെങ്കിൽ ബയോസവാർട്ട് ലോൻ്റെ വെക്റ്റർ ഫോം. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് DL-നും R-നും പെർപെൻഡിക്കുലർ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ബയോസവാർട്ട് ലോ അനുസരിച്ച് DL-നും R-നും പെർപെൻഡിക്കുലർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
അത് കൂടാതെ തന്നെ നമുക്കറിയാം ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സർക്കുലർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ലോസ്, ഇങ്ങനെയുള്ള റൂൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആ റൂൾസ് യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട്, കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. എനിവേ ബയോ-സവാർട്ട് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു എലിമെന്റ് ഓഫ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഓർത്ത് വെക്കുക. കറണ്ട്, സ്ട്രെങ്ത് ഓഫ് കറണ്ട്, ലെങ്ത് ഓഫ് ദി എലിമെന്റ്, ആംഗിൾ ബിറ്റ്വീൻ, തീറ്റ എന്താണെന്ന് മനസ്സിലാക്കി വെക്ക്, ആംഗിൾ ബിറ്റ്വീൻ DL വെക്റ്റർ, ഐഡിയൽ ആൻഡ് ആർ, ഐഡിയലിനും ആറിനും ഇടയിലുള്ള ആംഗിൾ ആണ് ഈ പറയുന്ന തീറ്റ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ആറ്, ഇവിടുന്ന് ഈ എലമെന്റിൽ നിന്നും ഫീൽഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബയോ-സവാർട്ട് ലോ പറഞ്ഞു വെക്കണം. ബയോ-സവാർട്ട് ലോന്റെ കമ്പാരിസൺ വിത്ത് കൂളോംസ് ലോ, ബയോ-സവാർട്ട് ലോയും കൂളോംസ് ലോയും വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ബയോ-സവാർട്ട് ലോയും കൂളോംസ് ലോയും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ്, രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്? രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് തുടങ്ങിയിട്ടുള്ള സിമിലാരിറ്റീസ് ഉണ്ട്, കുറേ ഡിസിമിലാരിറ്റീസ് ഉണ്ട്. സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. IDL എന്ന് പറയുന്ന ആളെ മറക്കല്ലേ. ആരാണ് ഐഡിയൽ ആരാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്, 1, 2, 3 പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഐഡിയൽ എന്ന് പറയുന്നത് കറണ്ട് എലിമെന്റ് ആണെന്നും ആ കറണ്ട് എലിമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നും ആ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് എന്നും ആ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ഐഡിയലിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നും തുടങ്ങിയിട്ടുള്ള പോയിന്റ്സ് ഓർത്ത് വെക്ക്. Ideal is the current element which acts as the source of magnetic field. Ideal ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. Its magnitude is equal to IDL, I into DL, and its direction is in the direction of current. The direction of magnetic field will be perpendicular to the current element. ഇന്ന് തുടങ്ങിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ ഓർത്ത് വെക്ക്. നമ്മളിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അത് നിങ്ങളുടെ സമയവും നമ്മുടെ സമയവും ഒരുപോലെ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ റിവിഷനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ ബയോ-സവാർട്ട് ലോ ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കണ്ടക്ടേഴ്സ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇതാ നിങ്ങൾക്ക് കാണാം. ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ആക്സിസിൽ വരുന്ന ഈ ഒരു പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ നിങ്ങൾ ചെറിയൊരു എലമെൻ്റ് എടുത്താൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താ? DB ഈസ് ഈക്വൽ ടു μ0/4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ DL ആൻഡ് R. ഇവിടെ നിങ്ങളൊരു എലമെൻ്റ് എടുത്താൽ ഇതാണ് DL എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു R വെക്ടർ ഉണ്ടെങ്കിൽ DL-ഉം R-ഉം പരസ്പരം പാരലൽ ആണെങ്കിൽ തീറ്റ ഇവിടെ 0 ആണ്. Therefore magnetic field at this point is 0. Magnetic field at this point is 0. സംഭവം വളരെ സിമ്പിളാണ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് എ സ്ട്രൈറ്റ് കണ്ടക്ടർ ഈസ് 0. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റിയിട്ട മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഈ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടെങ്കിൽ അതിന് ചുറ്റിയിട്ട മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഈസ്റ്റേഡ് എക്സ്പെരിമെന്റിൽ അവിടെ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് അങ്ങനെ പറഞ്ഞിട്ടാ, എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അല്ലെങ്കിൽ മൂവിങ് ചാർജസ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. മൂവിങ് ചാർജസ് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എക്സ് ആക്സിലാണ് കണ്ടക്ടർ ഉള്ളതെങ്കിൽ
ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ എക്സ് ആക്സിൽ പ്ലേസ് ചെയ്താൽ എക്സ് ആക്സിലെ എല്ലാ പോയിന്റ്സിലും മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിന് ചുറ്റിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. വൈ ആക്സിൽ കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ വൈ ആക്സിലെ എല്ലാ പോയിന്റ്സിലും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും, അതിന് ചുറ്റിയിട്ടുണ്ടാവും. സെഡ് ആക്സിലും ഇതേപോലെ തന്നെ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രൈറ്റ് കണ്ടക്ടർ ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രൈറ്റ് കണ്ടക്ടർ ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. നോക്കൂ, ഇതാണ് കണ്ടക്ടർ ആൻഡ് ദിസ് കണ്ടക്ടർ ക്യാരി എ കറണ്ട് ഐ. ആ കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഈ പി എന്ന പോയിന്റിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റിൽ നിന്ന് ആക്സിസ് ഓഫ് കണ്ടക്ടറിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുന്നു ആർ. അടുത്തതായിട്ട് ആ പോയിന്റിൽ നിന്നും ഈ കണ്ടക്ടറിൻ്റെ 2 എൻഡിലോട്ടും ദാ ഇതേപോലെ 2 ലൈൻസ് വരക്കുന്നു. ആ ലൈന് നമ്മുടെ ആറുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾസ് നമ്മൾ ഇതാ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുന്നു. ഈ ആംഗിൾ ഞാനൊരു φ1 എന്ന് കൊടുത്തു, ഈ ആംഗിൾ ഞാൻ φ2 എന്ന് കൊടുത്തു. ദെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് പി ഈസ് μ0I/4. നോക്കൂ, ഞാനൊന്ന് ഒതുക്കി എഴുതാം, കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ എഴുതാണ്ട്. μ0I/4πr μ0I/4πr into sin φ1 plus sin φ2. ഇതാണ് ഫോർമുല. ഇത് നമുക്കറിയാം. ഇത് ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ആണെങ്കിൽ, ഇൻഫിനിറ്റ് വയർ ആണെങ്കിൽ ഇതേ സംഭവത്തിൽ φ1ഉം φ2ഉം 90 ഡിഗ്രി വരും. ദാ ഈ പോയിന്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ, താഴെയുള്ള പോയിന്റും ഇൻഫിനിറ്റിയിലാണെങ്കിൽ φ1ഉം φ2ഉം 90 ഡിഗ്രി വരും. അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πr എന്നാ കിട്ടുക. μ0I/2πr. അത് ആംബിയർ സർക്യൂട്ടിൻ്റെ അപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ നമ്മൾ കണ്ടതാ. ഇനി ഇതൊരു സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയറാന്ന് വിചാരിച്ചോ. സെമി ഇൻഫിനിറ്റ്ലി ലോങ്, ആ സെമി ഇൻഫിനിറ്റ് വയറിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ കേസിൽ ഇതാ ഇങ്ങനൊരു വയറുണ്ട്, ഇങ്ങനൊരു വയർ. ഈ വയർ ഇതിൻ്റെ ഒരു ഭാഗം ഇൻഫിനിറ്റിയിലോട്ടാണ്, ഇതാ ഈ പോയിന്റ് ഇൻഫിനിറ്റിയിലോട്ടാണ്. ഈ പോയിന്റിലെ ഫീൽഡാണ് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത്. എവിടുത്താണെങ്കിൽ കാണാം കേട്ടോ. ആ പോയിന്റ് ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിനെ കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്കിപ്പോൾ ഈ പോയിന്റ് ഇതാണ് വേണ്ടത്. അതാണ് നമുക്ക് മുന്നേ പ്രീവിയസ് ഇയറിൽ ഈ വർഷം 2023 ഈ വർഷമല്ലേ 2024 ആയില്ലേ, 2023 കഴിഞ്ഞ വർഷം 2023 ചോദിച്ച ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന റിസൾട്ട് ആവശ്യമുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. ഈ പോയിന്റിലെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. ആ പോയിന്റിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ R എടുത്തു. ഈ പറഞ്ഞ R ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് φ1ഉം φ2 മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ മതി. φ1ഉം φ2 മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് 0 ഡിഗ്രി ആയിരിക്കും അവിടെ, മറ്റേത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല മറക്കല്ലേ, സിമ്പിളാണ്. ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ ഫീൽഡിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ ഫീൽഡിൻ്റെ പകുതി എന്നുവെച്ചാൽ μ0I/4πr. ഈ ഫോർമുല നമുക്ക് വേണം. ഈ ഫോർമുല നമുക്ക് ആവശ്യമുണ്ട്. ഈ വർഷം, ഐ മീൻ 2023 അഥവാ കഴിഞ്ഞ വർഷം അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമായിരുന്നുവെങ്കിൽ ഇതറിയണമായിരുന്നു. റെഡി? നോക്കാം നമുക്ക്. ആ ക്വസ്റ്റ്യൻ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ആൻ ആർക്ക്. ഒരു ആർക്കിൽ കറണ്ട് ഉണ്ട് I. ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആൽഫ. ആർക്കിൻ്റെ റേഡിയസ് R. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല μ0I/4πr ഇൻറ്റു ആൽഫ. ഈ ഫോർമുലയും പഠിച്ചു വെച്ചോ, അറിഞ്ഞു വെച്ചോ. കാരണം എന്താണെന്ന് വെച്ചാൽ 2023 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഫോർമുല അറിയണമായിരുന്നു. ഈ ഫോർമുല അറിയണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഈ ഫോർമുലയിൽ നിന്നുണ്ടാക്കിയെടുത്ത ഒരു സെമി സർക്കിളിൻ്റെ ഫീൽഡിൻ്റെ ഫോർമുല അറിയണമായിരുന്നു. ഇനി ഇത് മറന്നാൽ സെമി സർക്കിളിൻ്റെ ഫീൽഡിൻ്റെ ഫോർമുല നിങ്ങൾ മറക്കല്ലേ. സെമി സർക്കിൾക്ക് പോകുന്നത് ഞാനൊരു എളുപ്പം പറഞ്ഞുതരാം. സർക്കിളിൻ്റെ നോക്കുക, ഒരു സർക്കിൾ
സർക്കിൾ ആണെങ്കിൽ നമ്മുടെ ആൽഫ, ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക്, ആൽഫ എന്താകും 2π ആകും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്താകും μ0I/2r ആകും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് എ സർക്കുലർ ലൂപ്പ്. സെന്റർ ഓഫ് സർക്കുലർ ലൂപ്പ്. അങ്ങനെയാണെങ്കിൽ സെമി സർക്കിൾ ആണെങ്കിൽ അതിന്റെ പകുതി ഉണ്ടാവും എന്ന് ഓർത്താൽ മതി. അതിന്റെ പകുതി ഉണ്ടാകും. സെമി സർക്കിൾ ആണെങ്കിൽ അതിന്റെ പകുതി ഉണ്ടാകും. അല്ലെങ്കിൽ ഇതാ ആൽഫക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൽഫക്ക് പൈ അങ്ങ് കൊടുത്തോ. സോ ബി ഈസ് ഈക്വൽ ടു μ0I/4r. ഈ ഫോർമുല ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ വർഷത്തെ നീറ്റ് കഴിഞ്ഞ 2023 ചോദിച്ച നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. 2023 നീറ്റിന് ചോദിച്ച ഈ ചാപ്റ്ററിന് ചോദിച്ചത് 2 ക്വസ്റ്റ്യനാണ്. അതിലൊരു ക്വസ്റ്റ്യൻ എന്താ, ഈ ഫോർമുലയും യൂസ് ചെയ്ത് ചെയ്യാനുള്ളതായിരുന്നു. ക്വസ്റ്റ്യൻ ഇതിലുണ്ട്, നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് നോക്കാം, പഠിക്കാം. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് എ കണ്ടക്ടർ. At a point on the axis of a circular current carrying conductor, at a point on the axis of a circular current loop. എന്താണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. B is equal to μ0I/r². നിങ്ങൾക്കിത് കാണാതെ അറിയാം ഈ ഇക്വേഷൻ. നിങ്ങളിത് പഠിച്ച് അത്രക്കും ഇത് പഠിച്ചിട്ടുണ്ട്. നിങ്ങളിതിന് ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ട്. ഈ ഫോർമുല മറന്നു പോകല്ലേ. ഈ ഫോർമുല എക്സ് എന്താ, കണ്ടക്ടറിൻ്റെ ആക്സിസിൽ നിന്ന് സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫീൽഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ്, എവിടുത്തെ ഫീൽഡാണോ വേണ്ടത് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ആർ എന്താ, റേഡിയസ്. റെഡി? ഇതിൽ നിന്ന് തന്നെ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്ററത്തെ കണ്ടുപിടിക്കാൻ പറ്റും. എൻ ടേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മറന്നുപോയല്ലേ, എൻ ടേൺസ് ഉണ്ടെങ്കിൽ, എൻ ടേൺസ് ഉള്ള കോയിലാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു μ0N/r²/2 into r² plus x² raised to 3/2. മറന്നു പോകല്ലേ, ഫോർമുല മറന്നു പോകല്ലേ. ഇവിടെ ഒരു n വരും. ഡൗട്ടില്ലല്ലോ, ക്ലിയർ അല്ലേ? അവിടെ ഒരു n വരും. അതേപോലെ സർക്കിളിന്റെ സെന്ററിലാണെങ്കിൽ ഇതാ ഇവിടെ സർക്കിളിന്റെ സെന്ററിലെ ഫീൽഡ് കാണുകയാണെന്നുണ്ടെങ്കിലും ഈ n ഇവിടെയും ഉൾപ്പെടുത്താം. സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ സെന്ററിൽ ഇതാ സർക്കിളിന്റെ സെന്ററിലാണെങ്കിൽ എന്താ ഈ എഴുതുന്നത്, ഇങ്ങനെ സെന്റർ ഓഫ് ദ സർക്കിൾ. n ടേൺസ് ഉണ്ടെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിൾ എന്താണെന്നാണ്. n ടേൺസ് ഉണ്ടെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു μ0N/2r. ചോദ്യമുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദ്യമുണ്ട്, വെറുതെ എഴുതിയതല്ല. പ്രീവിയസ് ഇയറിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്കിന്ന് ചെയ്യാനുണ്ട്. റെഡി? So moving on to the next question. 2022 കഴിഞ്ഞ വർഷമില്ല, ഇതിൻ്റെ മുന്നത്തെ വർഷം 2024 2022 ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ. സ്റ്റേറ്റ്മെന്റ് 1 വായിച്ചോ. ബയോസവാർട്ട് ലോ ഗിവ്സ്, നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ. വായിച്ചിട്ട് ആൻസർ പറഞ്ഞോ, ചാറ്റിൽ പറഞ്ഞോ, കാണട്ടെ എത്ര ആൾക്കാർക്ക് അറിയാൻ നോക്കട്ടെ. ഹക്കീം ഹാഷിമിന് എല്ലാം വളരെ സിമ്പിളാണ്. ഹക്കീം ഹാഷിമെ പറയടാ, ഒന്ന് നോക്ക്, ഇതിൻ്റെ ആൻസർ കിട്ടുമോ നോക്ക്. സിമ്പിൾ ക്വസ്റ്റ്യനാ. ബയോസവാർട്ട്സ് ലോ gives us the expression for the magnetic field strength of an infinitesimal current element ideal of a current carrying conductor only. ബയോസവാർട്ട് ലോ ശരിയാണല്ലോ, സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. gives us ഇവിടെ ബയോസവാർട്ട് ലോ gives us the expression for the magnetic field strength of an infinitesimal current element ideal of a current carrying conductor only. ശരിയാണ്, കറണ്ട് എലിമെന്റ് ഐഡിയൽ കാരണമുള്ള ഫീൽഡാണ് നമുക്ക് ബയോസവാർട്ട് ലോ തരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഓക്കെ. Statement 2, Biosavart's law is analogous to Coulomb's inverse square law, okay, of charge Q. അത് വരെ ശരി.
കുഴപ്പമില്ല. ഇനിയുള്ള സെന്റൻസ് ശ്രദ്ധിച്ചോ. വിത്ത് ദ ഫോർമർ ബീയിങ് റിലേറ്റഡ് ടു ദ ഫീൽഡ്. ഏതാ ഈ ഫോർമർ? ഫോർമർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഫോർമർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ബയോസവാട്ടിലാണ്. ആദ്യം പറഞ്ഞത്, മുന്നേ പറഞ്ഞതെന്നാ ഉദ്ദേശിച്ചത്. വിത്ത് ദ ഫോർമർ ബീയിങ് റിലേറ്റഡ് ടു ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്കാലാർ സോഴ്സ് ഐഡിയൽ. തെറ്റി, അത് തെറ്റി. ഫോർമർ ബീയിങ് റിലേറ്റഡ് ടു ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്കാലാർ സോഴ്സ് ആണോ ഐഡിയൽ? ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, കറണ്ട് എലിമെന്റ് മറക്കല്ലേ, കറണ്ട് എലിമെന്റ് മറക്കല്ലേ. ഐഡിയൽ കറണ്ട് എലിമെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാ, അത് സ്കാലാർ അല്ല, മറന്നു പോകല്ലേ. NCERT സെന്റൻസ് ഇതേപോലെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നോക്ക്, ബുക്ക് നോക്ക്, അതിൽ കാണും. ഐഡിയൽ വൈൽ ദ ലേറ്റർ. ഏതാ ഈ ലേറ്റർ? പിന്നെ പറഞ്ഞ കാര്യം അതേതാ പിന്നെ പറഞ്ഞത്? അത് കൂളോംസ് ലോ. ഫോർമർ ഏതാ? ബയോസവാട്ട് ലോ. ലേറ്റർ ഏതാ? ലേറ്റർ ഏതാ? അത് കൂളോംസ് ലോ. അങ്ങനെയാണെങ്കിൽ ബീയിങ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വെക്റ്റർ സോഴ്സ് ക്യൂ, തെറ്റി, അതും തെറ്റാണ്. വെക്റ്റർ സോഴ്സ് ആണോ? ഈ വെക്റ്റർ സോഴ്സ് എന്ന് വേണ്ട, ചാർജ് ആണെങ്കിൽ ശരിയാണ്. സ്കാലാർ സോഴ്സ് വേണ്ട, ഐഡിയൽ ആണെങ്കിൽ ശരിയാണ്. പക്ഷെ അവിടെ ആ ഐഡിയലിനെയും ചാർജിനെയും അവർ കൊണ്ട് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാലാർ വെക്റ്റർ പറഞ്ഞില്ലേ. ഐഡിയൽ എന്താ? വെക്റ്റർ സോഴ്സാ. ചാർജ് എന്താ? സ്കാലാർ സോഴ്സാ. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാ, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെങ്കിലൊന്ന് ഓക്കെ പറഞ്ഞേ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ചോ. A long wire carrying a steady current is bent into a circular loop of 1 turn. ഒരു ലോങ് വയർ ഉണ്ടായിരുന്നു, ഒരു ലോങ് വയർ. ആ ലോങ് വയറിന് എന്താക്കി? സർക്കുലർ ലൂപ്പ് ഓഫ് 1 ടേൺ ആക്കി. ഈ ലോങ് വയറിൻ്റെ ലെങ്ത് L ആണെങ്കിൽ ഈ സർക്കുലർ ലൂപ്പിൻ്റെ സർക്കംഫറൻസ് 2πr എന്ന് പറയുന്നത് L ആണ്, ഇതിൻ്റെ റേഡിയസ് R. ഓക്കെ. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ് ഈസ് B. ആ ബി എന്ന് പറയുന്നത് μ0I/2πr ആണ്. സോറി 2π ഇല്ല, 2r. മ്യൂ0 എന്താ ഈ μ0 ഒന്നും നിൽക്കാത്തത്? μ0I/2r ആണ്. റെഡി? ബാക്കി വായിക്കുക. It is then bent into a circular coil of n turns. അതിനെ മാറ്റി, അതിനെ അഴിച്ചിട്ട് വീണ്ടും മാറ്റിക്കെട്ടി. എത്ര ടേൺസ് ഉണ്ട്? n ടേൺസ് ഉണ്ട്. അപ്പോൾ റേഡിയസ് മാറി വേറെ ഏതോ r' ആയില്ലേ. എന്തായിരിക്കും ആ r' r/n ആയിട്ടുണ്ടാകും. ഇതിനെ n ചുറ്റുകളാക്കിയിട്ടുണ്ടെങ്കിൽ r/n ആയിട്ടുണ്ടാകും. അങ്ങനെ ഇപ്പം അങ്ങനെ ആയത്. ഇവിടെ നമുക്ക് r എന്ന് പറയുന്നത് L/2π അല്ലേ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? r എന്ന് പറഞ്ഞാൽ L/2π ആണ്. ഈ കേസിൽ ഞാൻ പറയട്ടെ, ഈ കേസിൽ L എന്ന് പറഞ്ഞാൽ n/2πr' അല്ലേ. n ടേൺസ്, ഒരു ടേണിലെ ലെങ്ത് എത്ര? 2πr'. അപ്പൊ n ചുറ്റുകൾ ചുറ്റിക്കഴിഞ്ഞാൽ n ചുറ്റുകളുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ n/2πr' L ആണ്. അപ്പൊ r' എന്താ? r' എന്ന് പറഞ്ഞാൽ L/n2π. എന്താ L/2π? അതല്ലേ ഇവൻ r/n. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, r എന്താകും? r/n ആകും. അത് നിങ്ങൾ ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലുണ്ട്. ഇൻഡക്റ്റൻസ് എങ്ങനെ മാറുമെന്ന് ചോദിച്ചിട്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഇൻഡക്റ്റൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും? സർക്കുലർ ലൂപ്പ്, ഒരു വയറെടുത്തു, ഒറ്റ ചുറ്റാക്കി, ഇൻഡക്റ്റൻസ് L, അതിനെ n ചുറ്റുകളാക്കി. എന്താ ഇൻഡക്റ്റൻസ് അവിടെ ചോദിക്കും. അതേപോലെ സോളിനോയിഡിൻ്റെ ചോദിക്കും. ഒരു വയറെടുത്തു, n ചുറ്റുകളുള്ള സോളിനോയിഡ് ആക്കി മാറ്റി, അതിൻ്റെ ലെങ്ത് മാറാതെ അതിനെ r/2 റേഡിയസ് ഉള്ള സോളിനോയിഡ് ഉണ്ടാക്കി. എത്രയായിരിക്കും പുതിയ ഇൻഡക്റ്റൻസ് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിരിച്ചു വരൂ.
മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദ്യം. മാഗ്നറ്റിക് ഫീൽഡ് ബി ഡാഷ് അല്ലേ ചോദിച്ചത്. സോ ബി ഡാഷ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ. എന്താ ഈ മ്യൂ സീറോ എന്ന് പിടിക്കാത്തത്? മ്യൂ സീറോ നമ്പർ ഓഫ് ടേൺസ് എൻ ഉള്ളതുകൊണ്ട് മ്യൂ സീറോ എൻ ഐ ബൈ ടു ആർ ഡാഷ്. ആർ ഡാഷ് എന്താ? ആർ ബൈ എൻ മ്യൂ സീറോ എൻ ഐ ബൈ ടു ആർ ബൈ എൻ എൻ സ്ക്വയർ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബി. ഞാൻ ചെയ്തത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്. ഇത് ആർ ബൈ എൻ ആക്കിയത് മറക്കല്ലേ. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് പുതിയത് എൻ ടേൺസ് ഉണ്ട്. അപ്പൊ റേഡിയസ് മാറിയിട്ടുണ്ട്, ആർ ഡാഷ് ആയിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. എ കറണ്ട് ലൂപ്പ് കൺസിസ്റ്റ് ഓഫ് ടു ഐഡന്റിക്കൽ സെമി സർക്കുലർ പാർട്സ്. AIPMT മെയിൻസ് 2010 ക്വസ്റ്റ്യനാ. A current loop consists of two identical semicircular parts, each of radius r1 lying in the xy plane and the other in xz plane. ഒന്ന് xy പ്ലെയിനിലും ഒന്ന് xz പ്ലെയിനിലും. ഞാൻ ഇവിടെ ഫിഗർ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഫോർ ദ ടൈം ബീങ് ഞാൻ ആദ്യമേ അത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. xz പ്ലെയിനിലും xy പ്ലെയിനിലും. ഇത് xy പ്ലെയിനിലുള്ള ഒന്ന്, ഇത് XZ പ്ലെയിനിലുള്ള അടുത്ത സെമി സർക്കുലർ ലൂപ്പ്. എന്നിട്ടോ ഇഫ് ദ കറണ്ട് ഇൻ ദ ലൂപ്പ് ഈസ് I, the resultant magnetic field due to the two semicircular parts at their common center. കോമൺ സെന്ററിൽ ഏതാ ഇതിൽ കോമൺ സെന്റർ? ഇതാണ് അവരുടെ കോമൺ സെന്റർ. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചത്. ശരിക്കും ശ്രദ്ധിച്ചോ. ഈ സെമി സർക്കുലർ ഞാൻ രണ്ട് കളറിൽ കാണിക്കാം. രണ്ട് കളറിൽ പരിപാടി കളറാട്ടെ. ഇവിടുന്ന് ഇങ്ങനെ ചുവപ്പ് കളറിലാണ്, ഇവിടുന്ന് ഇങ്ങനെ റെഡ് കളറിൽ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു ചുവപ്പ് കളറിൽ തന്നെ ഇങ്ങനെയാണ് ഒരു കറണ്ട് ഉള്ളത്, സെമി സർക്കിൾ ഉള്ളത്. ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ സെൻറ്ററിൽ, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റെഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാ? അകത്തോട്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. ഞാൻ നീട്ടി വരയ്ക്കണം, മനസ്സിലാകാൻ വേണ്ടി നീട്ടി വരയ്ക്കണം. അതെങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടായത്? നിങ്ങൾ പഠിച്ച ഏതെങ്കിലും റൂൾ അപ്ലൈ, ഏതെങ്കിലും റൂളല്ല, ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്തോ, ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ഫീൽഡ് അകത്തോട്ട്. ഇനിതാ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ കറണ്ട് ഉള്ളത്. കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ പോയിന്റിൽ എങ്ങനെ? അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ പോയിന്റിൽ എങ്ങനെ ഉണ്ടാവുക? കറണ്ട് ഇങ്ങോട്ട്, കറണ്ട് ഇങ്ങോട്ടാകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇതാ പോണ് താഴോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇതാ പോണ് താഴോട്ട്. റെഡി? ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡേയും റിസൾട്ടൻ്റ് അല്ലേ ഇവിടുത്തെ നെറ്റ് ഫീൽഡ്. ബാക്കി സിമ്പിൾ പരിപാടിയാ. ബാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി? പാരലോഗ്രാമിലോ അപ്ലൈ ചെയ്താൽ മതി. ഇത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡും സെയിം മാഗ്നിറ്റ്യൂഡാ. അതെങ്ങനെ ഇപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡായത്? രണ്ടിലും കറണ്ട് സെയിമാ, രണ്ടിൻ്റെയും റേഡിയസ് സെയിമാ. അതായത് ഇപ്പോൾ റേഡിയസ് സെയിമാന്നൊക്കെ പറഞ്ഞത്. ഈച്ച് ഓഫ് റേഡിയസ് ആർ. രണ്ടിലും കറണ്ട് എന്താണ്? സെയിമാണ്. റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടുത്തെ രണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡും സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ളതാ. അപ്പം പിന്നെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടാവുക? ഡയറക്ഷൻ പാരലോഗ്രാം ലോ അനുസരിച്ച് ഇതായിരിക്കൂലേ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആ വൈറ്റ് കളറിൽ വരച്ച റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് റിസ്ക് എടുക്കണ്ടല്ലേ? ഇല്ല, ക്ലാരിറ്റി ഇല്ല. അപ്പം ഇതാണ് റിസൾട്ടൻ്റ് ബി. ആ ബി നെറ്റ് എന്ന് എടുത്തത് ബി നെറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ബി നെറ്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുമ്പോൾ, ബി നെറ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ബി റൂട്ട് 2 ഈക്വൽ ടു ബി.
എന്താണ് ബി? സെമി സർക്കിളിന്റെ സെന്ററിൽ ഫീൽഡ് സെമി സർക്കിളിന്റെ സെന്ററിൽ ഫീൽഡ് μ0I/4r അല്ലേ? μ0I/4r റൂട്ട് 2 ടൈംസ് μ0I/4r റൂട്ട് 2 4 2 റൂട്ട് 2 μ0I/2 റൂട്ട് 2r. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ 2023 കഴിഞ്ഞ വർഷം നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. ഇതാണ് 2023 നീറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. സെക്ഷൻ ബിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചോയ്സ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ പോവില്ല, നമ്മളിത് ആൻസർ ചെയ്യും. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് മിസ്സാവരുത്. മൂവിങ് ചാർജസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് കൃത്യമായി നമ്മൾ പഠിച്ച റൂൾസും നമ്മൾ പഠിച്ച ഫോർമുലയും യൂസ് ചെയ്താൽ ഒരിക്കലും മിസ്റ്റേക്ക് സംഭവിക്കാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും മൂവിങ് ചാർജസ് എന്നുള്ള ക്വസ്റ്റ്യൻ. കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ മതി, ഒരു സംശയം വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. A very long conducting wire is bent in a semicircular shape from A to B as shown in the figure. The magnetic field at point P for steady current configuration is given by. നോക്കൂ, ഇതാ പോകുന്നു ഒരു കറണ്ട്. ആ കറണ്ട് ദാ ഇതിലൂടെ ഇങ്ങനെ വന്ന് ദാ ഇങ്ങോട്ട്. ഇതാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അതിൽ ഈ കറണ്ട് ഇതാ ഇത് ഞാൻ 1 കൊടുക്കും, 1. ഇതിൽ ഞാൻ 2 എന്ന് കൊടുത്തു. ഈ പോർഷൻ ഞാൻ 3 എന്ന് കൊടുത്തു. ഫസ്റ്റ് പോർഷൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് B1 സെമി സർക്കിളാണ്. സെമി സർക്കിൾ അല്ല, സെമി ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. സെമി സർക്കിൾ അല്ല, സെമി ഇൻഫിനിറ്റ്ലി ലോങ്. അതെങ്ങനെ സെമി ഇൻഫിനിറ്റ് ലോങ് ആയത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലല്ലേ ഈ പോയിന്റ് നിൽക്കുന്നത്. ഇവിടെ സെമി ഇൻഫിനിറ്റ്ലി ലോങ്. ഈ സാധനം ഈ കണ്ടക്ടർ ഇവിടുന്ന് ഈ പോയിന്റ് അല്ലേ, നേരത്തെ പറഞ്ഞതാ ഈ പോയിന്റിലെ ഫീൽഡ്. അപ്പോൾ ആ ഫീൽഡാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആ ഫീൽഡാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. μ0I/ ഇൻഫിനിറ്റ് വയർ ആണെങ്കിൽ μ0I/2πr. സെമി ഇൻഫിനിറ്റ് ആണെങ്കിൽ അതിൻ്റെ പകുതി μ0I/4πr. റെഡി? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിനിന് അകത്തോട്ടാണോ, ഈ സ്ക്രീൻ അകത്തോട്ടാണോ പുറത്തോട്ടാണോ? ഒരു സംശയം വേണ്ട, ഇൻവേർഡ്സ്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്താൽ മതി. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഇൻവേർഡ്സ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് B2 ഈക്വൽ ടു μ0I/4πr. കാരണം അതും സെമി ഇൻഫിനിറ്റ് ആണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇൻവേർഡ്സ് ആണ്. സംശയമല്ലോ, അതും ഇൻവേർഡ്സ്, ഇതും ഇൻവേർഡ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ഇതൊന്നും ഇങ്ങനെ ചിത്രം വരച്ച് നിങ്ങൾ എഴുതാൻ നിൽക്കരുത് പരീക്ഷയ്ക്ക്. 2 ഇക്വേഷൻ നിങ്ങൾ കാണുമ്പോൾ എഴുതണം. അടുത്ത് നമ്മൾ ടോട്ടൽ ഫീൽഡ് അങ്ങോട്ട് എഴുതി വെക്കണം. സോ μ0 ഞാൻ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സമയത്ത് പറയുന്നതേ ഉള്ളൂ. μ0I/2πr ഡയറക്ഷൻ ഇൻവേർഡ്സ്. ഓക്കെ, റെഡി? ഇനോട് B3 ഉണ്ടല്ലോ. B3 എന്ന് പറഞ്ഞാൽ ആ തേർഡ് പോർഷൻ അത് സെമി സർക്കുലാറാ. ആ സെമി സർക്കുലാർ പോർഷൻ മാഗ്നറ്റിക് ഫീൽഡ് B3 is equal to μ0I/, സർക്കിളിന്റെ സെന്ററിൽ μ0I/2r, സെമി സർക്കിളിന്റെ സെന്ററിൽ μ0I/4r. ഫോർമുല ഓർത്ത് വെക്കുക. സർക്കിളിന്റെ സെന്ററിൽ μ0I/2r, സെമി സർക്കിളിന്റെ സെന്ററിൽ μ0I/4r. അതിന്റെ പകുതി ഏതുപോലെ? ഇൻഫിനിറ്റ് വയറിൻ്റെത് μ0I/2πr, സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആകുമ്പോൾ μ0I/4πr. ഞാൻ പറഞ്ഞ മാറിയില്ലല്ലോ. ഇൻഫിനിറ്റ് വയർ μ0I/2πr, സെമി ഇൻഫിനിറ്റ് ആകുമ്പോൾ μ0I/4πr. സോ μ0I/4r ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. നോക്കിയാൽ മതി, നിങ്ങൾ പഠിച്ച റൂൾ ഉപയോഗിച്ചിട്ട് അത് ഔട്ട്വേർഡ്സാണ് വരിക. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആസ് ഡയറക്റ്റഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. റെഡി? അങ്ങനെയാണെങ്കിൽ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ
mu 0 I by 4 r B3 net field B net is equal to ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് രണ്ടും ഓപ്പോസിറ്റാ. നോക്ക് B12ൻ്റെ ഡയറക്ഷനും B12ൻ്റെ ഡയറക്ഷനും B3യുടെ ഡയറക്ഷനും ഓപ്പോസിറ്റാ. B12 എന്താ? B1ൻ്റെയും B2ൻ്റെയും റിസൾട്ടിനെ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. B3യുടെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റാ. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ റിസൾട്ടൻ്റ് എടുക്കാൻ നെറ്റ് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ റിസൾട്ടൻ്റ് എടുക്കണം. അതിൻ്റെ റിസൾട്ടൻ്റ് പറഞ്ഞാൽ വലുത് ചെറുത് കുറച്ചാൽ മതി. ഏതാ വലുത്? ഏതാ? B12 ആണ് B3 ആണോ? B12 ആണ് വലുത് എന്ന് പറയരുത്. ഇക്വേഷൻ മാത്രമേ വലുപ്പമുള്ളൂ. അതിൻ്റെ ഡിനോമിനേറ്റർ വലുതായതുകൊണ്ട് വാല്യൂ ചെറുതാവൂലേ? B3 വലുത്. B3 എന്ത് ചെയ്യുക? അങ്ങനെ 2π, ഇത് 2π 2π 6.28 അല്ലേ? താഴത്ത് 4 അല്ലേ ഉള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ കുറഞ്ഞല്ലേ കൂടുതൽ ഉണ്ടാവുക. സോ B3 മൈനസ് B12 B3 മൈനസ് B12 B3 മൈനസ് B12 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ആരെ പുറത്തെടുക്കാനുള്ളത്? mu 0 I by 4r മൈനസ് mu 0 I by 2πr. ഇതിൽ നിന്ന് ഞാൻ ഇവിടെ വെറുതെ ഒരു 2 താഴെ 2 കൊടുത്തു. എന്നിട്ട് ഞാൻ mu 0 I by 4r പുറത്തെടുക്കണം. മനസ്സിലായതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. mu 0 I by 4r പുറത്ത്, അകത്ത് ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പുറത്തൊരു 2/π ഉണ്ട്. ദിസ് ഈസ് ദ ആൻസർ. കഴിഞ്ഞിട്ടില്ല, ഡയറക്ഷനും കൂടെ പറ. അവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3യും ഇതേ മാഗ്നിറ്റ്യൂഡാണ്. ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കൂടുതൽ? B3ൻ്റെതാണോ B12ൻ്റെതാണോ B12ൻ്റെതാണോ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ? B3ൻ്റെ കൂടുതലായതുകൊണ്ടല്ലേ B3ന്ന് B12 കുറച്ചത്. അപ്പോൾ B3ൻ്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. B3ൻ്റെ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. B3 എങ്ങോട്ടാണ്? outwards ആണ്. So this magnetic field is as directed out of the plane of the screen, out of the എന്താ പറഞ്ഞ pointed away from the page. Second option is the right answer. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ഒന്ന് നോക്കാം. എ പ്രോട്ടോൺ ഓഫ് മാസ് ഇത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്ക്രീൻ ഷോട്ടോ എന്താണോ ഏത് രൂപത്തിലാണോ നിങ്ങളിത് കളക്ട് ചെയ്യാറുള്ളത് അതേപോലെ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകുന്നു. എ പ്രോട്ടോൺ ഓഫ് മാസ് 1.6 × 10⁻27 kilogram and charge 1.6 × 10⁻19 coulomb is projected with a speed 2 × 10�6 meter per second at an angle of 60 degree to the x-axis. അപ്പോൾ പ്രോട്ടോൺ ചാർജ് ഇത് നമ്മുടെ x-axis അവിടെ വെക്കട്ടെ, പറയാം 60 ഡിഗ്രി ടു ദ x-axis. ഇങ്ങോട്ട് വെലോസിറ്റി x-axis ആണ് ഈ കാണുന്നത്, ഇതാണ് x-axis. ഓക്കെ. If a uniform magnetic field of 0.104 Tesla is applied along the y-axis, മാഗ്നറ്റിക് ഫീൽഡ് y-axisലാ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, മാഗ്നറ്റിക് ഫീൽഡ് y-axis. സംഭവം ഹെലിക്കൽ മോഷനാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഓപ്ഷൻ അങ്ങോട്ട് ഒഴിവാക്ക്. ഹെലിക്സ് നോക്കിയാൽ മതി, ഹെലിക്സിൻ്റെ റേഡിയസ് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ ചോദ്യം? ഇങ്ങോട്ടാണ് പ്രൊജക്ഷൻ, ഇതാണ് 60 ഡിഗ്രി. റെഡി? along the y-axis the path of the proton is, പ്രോട്ടോണിൻ്റെ പാത്ത് ഏതാണെന്ന ചോദ്യം. പ്രോട്ടോണിൻ്റെ പാത്ത് ഹെലിക്സ് ആണെന്ന് മനസ്സിലായി. ഇനി റേഡിയസ് ഓഫ് ഹെലിക്സ് കാണാം. എന്താ റേഡിയസ് ഓഫ് ഹെലിക്സ്? mv പെർപെൻഡിക്കുലർ ബൈ qb. ഈ v പെർപെൻഡിക്കുലർ എന്താ സാധനം? എന്താ ഈ v പെർപെൻഡിക്കുലർ? v പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അവിടെ v സൈൻ തീറ്റ എന്ന് എഴുതിയിരുന്നു. ആ v സൈൻ തീറ്റയിലെ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 60 ഡിഗ്രി ആണോ? അല്ല. എന്താ കാരണം? because theta is the angle between velocity vector, component of velocity which is perpendicular to the magnetic field, velocity vector magnetic field തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതിൽ വി പെർപെൻഡിക്കുലർ എന്ന് പറയാനുള്ള കാരണം എന്താ? വി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക, ഇതാണ് വി പെർപെൻഡിക്കുലർ, ഇത് വി പാരലലാ.
അപ്പോൾ ഇവിടെ ഈ വി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഏത് കോമ്പണൻ്റാ? വി കോസ് 60. വി പാരലൽ എന്താ? വി സൈൻ 60. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഞാൻ എഴുതിയത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെലിക്കൽ മോഷൻ, എവിടെ ഹെലിക്കൽ മോഷൻ? ഇതാ ഹെലിക്കൽ മോഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഹെലിക്കൽ മോഷനിൽ ഇതാ ഞാനിവിടെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഹെലിക്കൽ മോഷൻ ഇതാ വി പെർപെൻഡിക്കുലർ, വി പെർപെൻഡിക്കുലർ. വി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയ വെലോസിറ്റിയുടെ കോമ്പണന്റ്, അതാണ് വി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അതിവിടെ വി സൈൻ തീറ്റ ആയിരുന്നു. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ. സൈൻ തീറ്റയിലെ തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരൂ. ഈ ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇത് വെലോസിറ്റി, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് ആംഗിൾ, നമുക്ക് വേണ്ട ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന ഈ ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്? ഈ ആംഗിള് ഏത് ആംഗിള്? ഇത് 30 ഡിഗ്രി. ഓക്കെ, സോ ആർ ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ എം വി സൈൻ 30 ഡിവൈഡഡ് ബൈ ക്യൂബി എന്ന് ചെയ്യാം. ഓക്കെ, സൈൻ 30 ഇവിടെ 60 എന്ന് എടുക്കരുത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കോമ്പണൻറ്റ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ കോമ്പണൻറ്റും പാരലൽ കോമ്പണൻറ്റ് അങ്ങനെ എടുക്കുന്നത്. ഇവിടെ സൈൻ 30 എന്ന് എഴുതാം, അല്ലെങ്കിൽ കോസ് 60 എന്ന് എഴുതാം. വി പെർപെൻഡിക്കുലർ എടുക്കുകയാണെങ്കിൽ കോസ് 60. അതല്ല നമ്മൾ ആംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻ 30 എന്ന് എടുക്കും. രണ്ടാണെന്നുണ്ടെങ്കിലും സംഭവം സെയിം അല്ലേ? രണ്ടാണെന്നുണ്ടെങ്കിലും രണ്ട് കേസിലും സൈൻ 30 പറഞ്ഞാലും കോസ് 60 പറഞ്ഞാലും വാല്യൂ 1/2 അല്ലേ? ഇനി നമ്മൾ അങ്ങോട്ട് വാല്യൂ കൊടുക്കുക. എം മാസ് 1.67 ഇൻറ്റു 10⁻⁻27. 1.67 ഇൻറ്റു 10⁻⁻27 ഇൻറ്റു വെലോസിറ്റി 2 ഇൻറ്റു 10⁻6 സൈൻ 60 1/2 ഡിവൈഡഡ് ബൈ സൈൻ 30 1/2. സൈൻ 60 അല്ല, സൈൻ 30 1/2. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി, അതിന് പിന്നെ ചാർജ് ഉണ്ടല്ലോ 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് 0.104. ദിസ് ഈസ്, ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഈ 2 ക്യാൻസൽ ആകും. ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ളത് ഒരു 10⁻⁻27. ഇത് 0.1, 10⁻⁻1ഉം 10⁻⁻19ഉം 10⁻⁻20. ഇവിടെ 10⁻⁻27ഉം 10⁻6ഉം ഉണ്ട്. 10⁻⁻27ഉം 10⁻6ഉം ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁻21. ഇവിടെ ഒരു 10⁻⁻20. സോ ദിസ് ഇസ് 10⁻⁻1 അപ്രോക്സിമേറ്റ്ലി 0.1 മീറ്റർ. ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് മീൻസ് ബാക്കി വരുന്ന ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസും ഇനി ആംബിയർ സർക്യൂട്ടല്ലോ, ഫോഴ്സ് ആക്ടിംഗ് ഓൺ കണ്ടക്ടർ, ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്, ടോർക്ക് ആക്ടിംഗ് ഓൺ കണ്ടക്ടർ, മൂവിംഗ് കോയിൽ, ഗാൽവനോമീറ്റർ, ഈ ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ ഇനി ബാക്കിയുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.